അഭിരാമി, ആമിക്കുട്ടി, വാ 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 വാ. ബിന്ദു, വാ വാ. തിരുവനന്തപുരം മൃഗശാലയിലെ ഹിപ്പോ കുടുംബത്തിലെ പുതിയ അംഗമാണ് അഭിരാമി. 1 മാസവും 9 ദിവസവുമാണ് അഭിരാമിക്ക് പ്രായം. ഗോകുലും ബിന്ദുവും അച്ഛനും അമ്മയും, രാധ, ലക്ഷ്മി, വിമല, തുളസി അമ്മായിമാർ. സന്ദർശകർ അമ്മ ബിന്ദുവിനൊപ്പം അഭിരാമി നടക്കാനിറങ്ങും. ചൂടല്ലേ, വെള്ളത്തിൽ തന്നെയാണ് കിടത്തം. ചിലപ്പോൾ മലക്കം മറിയുന്നത് കാണാം. കാക്കക്കൂട്ടങ്ങളുടെ കലവില കേൾക്കും. പിന്നെ നീന്തൽ. ഇതൊക്കെയാണ് കുസൃതി ഹിപ്പോയ്ക്ക് ഇഷ്ടം. ടോട്ടൽ നമ്മൾ 300 കിലോ പില്ലാണ് നമുക്കിതിന് ഈ 6 ഹിപ്പോകൾക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ രാവിലെ നമ്മൾ 150 കിലോ കൊടുക്കും. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ 150 കിലോ ആണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ തവിട് നമ്മൾ ടോട്ടൽ 85 കിലോയോളം നമ്മൾ രാവിലെയും വൈകുന്നേരമായിട്ട് തവിട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അമ്മയുടെ പാല് കുടിക്കും. തീറ്റയും എടുത്തു തുടങ്ങി. സ്വാഭാവികമായിട്ട് വെള്ളത്തിൽ ജീവിക്കുന്ന ജീവി ആയതുകൊണ്ട് തന്നെ കൂടുതൽ സമയം വെള്ളത്തിനടിയിൽ അമ്മയോടൊപ്പമാണ് കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ അത് അതിൽ നിന്ന് മാറിയിട്ട് അമ്മയുടെ അടുത്തു നിന്ന് മാറി സ്വന്തമായിട്ട് തീറ്റ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതൊരു നല്ല സൈനാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാഫായിട്ടാണ് നമുക്ക് തന്നെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ആള് കൂടുമ്പോൾ ബിന്ദുവിനും കുഞ്ഞിനും ലക്ഷ്മിയും രാധയും ചേർന്ന് സുരക്ഷ ഒരുക്കുന്നത് കാണാം. ഹിപ്പോ കുടുംബത്തിലെ ലക്ഷ്മിക്കും രാധയ്ക്കും വിശേഷമുണ്ട്. 2 മാസം കൂടി കഴിഞ്ഞാൽ കുഞ്ഞ് അഭിരാമിക്ക് കളിക്കാൻ കുഞ്ഞനുജനോ അനുജത്തിയോ എത്തും. നെല്ലൈ മുരുകനൊപ്പം TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. TS ഹരികൃഷ്ണയുണ്ട്. ഹരി, നല്ല രസമുണ്ട് അമ്മയുടെ കൂടെ ഒക്കെ നടക്കുന്ന കുഞ്ഞ് ഹിപ്പോനെയൊക്കെ കാണാൻ. കുടുംബത്തിനാകെ വിശേഷമാണല്ലേ, പറയൂ. അതായത് ആ വിഷ്വൽസ് ഉണ്ടല്ലോ, അമ്മയ്ക്കൊപ്പം ഇങ്ങനെ നടന്നു വന്ന, അമ്മയുടെ പേര് ബിന്ദു എന്നാണ്. അപ്പോൾ അഭിരാമി അമ്മയ്ക്കൊപ്പം നടന്നു വന്ന വിഷ്വൽസ് എനിക്ക് നേരിട്ട് എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ പോകുന്നത്. രാവിലെ ഒരു 10:30 മണിക്കൊക്കെ ഞാൻ അവിടെ പോയപ്പോൾ നമുക്ക് ആ ബൈറ്റ് തന്ന അനിമൽ കീപ്പർ സാജൻ ചേട്ടൻ പുള്ളി പറഞ്ഞു, ഹരി ഇനി പുല്ലിട്ട് കൊടുക്കുന്ന സമയത്ത് വന്നാൽ അത് പുല്ല് തിന്നാൻ വേണ്ടി കരയിലിട്ട് വരും, അല്ലെങ്കിൽ വെള്ളത്തിൽ തന്നെ ആയിരിക്കും എപ്പോഴും, പ്രത്യേകിച്ച് ചൂടാണല്ലോ, അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു വന്നതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം പോയി, ഒരു 2:30 മണിയൊക്കെ ആയപ്പോൾ പോയി. ആ സമയത്ത് ഒരറ്റത്ത് ആ വെള്ളത്തിൻ്റെ ഒരറ്റത്ത് പുല്ലിട്ട് കൊടുത്തപ്പോൾ ബാക്കിയുള്ള 4-5 ഹിപ്പോകളെല്ലാം കൂടെ അവിടെ വന്ന് കഴിച്ചു. ഇത് കൂട്ടത്തിൽ ചേരില്ല. ഈ അമ്മയും ഈ കുഞ്ഞും കൂടെ പ്രത്യേകം മാറിയേ നിൽക്കൂ. അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടി പുല്ല് വേറൊരു സൈഡ് ഇട്ട് കൊടുത്തു. അപ്പോഴത്തേക്ക് ഇവർ വെള്ളത്തിൽ നിന്ന് നീന്തി ഇങ്ങ് വരുന്നുണ്ടായിരുന്നു. അതിലൊരു കൗതുകം തോന്നിയത്, ഈ അനിമൽ കീപ്പർ ബിന്ദു, അഭിരാമി എന്നിങ്ങനെ വിളിക്കുമ്പോൾ അത് രണ്ടും കൂടെ അത് വരുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ നല്ല രസമായിരുന്നു, നേരിട്ട് കാണാൻ. അതവിടെ പോയാലേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ വന്ന് കഴിച്ചു. പക്ഷെ അത് കരയിൽ കയറിയില്ല. അതിനുശേഷം ഞാൻ ഈ അനിമൽ കീപ്പറിനോട് സംസാരിച്ചു, ഇതിങ്ങനെ കരയിൽ കയറില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് ഈ സാജൻ ചേട്ടനാണ് ഇതിന് മുമ്പ് ആളില്ലാത്ത, തിങ്കളാഴ്ച ദിവസം സൂവിൽ ആളിനെ പ്രവേശിപ്പിക്കില്ല, ആ സമയത്ത് ഇത് രണ്ടും കൂടി, അമ്മയും കുഞ്ഞും കൂടി ആ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു വരുന്ന ആ വിഷ്വൽസ് എനിക്ക് കിട്ടിയത്. അവർ ഫോണിൽ എടുത്തതാണ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കാണിച്ചത്. ഇപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കുകയാണ്. എന്തായാലും ഈ 1.5 മാസം, 1 മാസവും 9 ദിവസവും ആയിട്ടുണ്ട്. ഇപ്പം ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് പറയുന്നു. കുറച്ച് മാസങ്ങളും കൂടി കഴിഞ്ഞാൽ ഇത് ആ കൂട്ടത്തിലൊക്കെ ചേരുമെന്നാണ് ഡോക്ടറെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ശരി ഹരി, എന്തായാലും മനുഷ്യനോട് ഇണങ്ങുന്നതാണെങ്കിലും അതല്ല അക്രമകാരിയാണെങ്കിലും ഈ മൃഗങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങളെ കാണുക എന്ന് പറയുന്നത് നല്ല രസമാണ്. എനിക്ക് തോന്നുന്നു ഈ ആനക്കുട്ടികളുടെ അടുത്തൊക്കെ പ്രിയം തോന്നുന്നത് ആ ഒരു ഭംഗിയൊക്കെ ഉള്ളതുകൊണ്ടാണ്. അതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ നമ്മളെയൊക്കെ കാത്ത അഭിരാമി ഇവിടെ തിരുവനന്തപുരം മൃഗശാലയിലുണ്ട്, ചെന്ന് കണ്ടാൽ മാത്രം മതി. ശരി ഹരി.